നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ വൈകിട്ടത്തെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും ഒരു പ്രാവശ്യം കൂടി സ്വാഗതം. ഏവർക്കും ശുഭസായാഹ്നം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാൻ പറഞ്ഞത്, ഇപ്പോഴും പലർക്കും അറിയില്ല തോന്നുന്നു. എല്ലാവരും നമ്മുടെ വീഡിയോസിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ശിവേലി കാണിക്കൂ, ദീപാരാധന കാണിക്കൂ എന്നൊക്കെ പറയണത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വീഡിയോഗ്രാഫി അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാത്തത്. എന്താ പറയുക, ഭഗവാനെ കാണാൻ കൊതിക്കുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്കായിട്ട് എന്ത് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലൂടെ വന്നൊരു കാര്യമാണ്. നമ്മളെന്താണോ അവിടെ കണ്ടത് അത് നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യണു, നിങ്ങളത് മനസ്സിൽ കാണുന്നു, പ്രാർത്ഥിക്കുന്നു. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ എന്താ പറയുക, പർപ്പസ്ഫുള്ളി അങ്ങനെ വീഡിയോ ചെയ്യാവുന്നതല്ല. ഞാൻ ചില കമൻറ്റുകൾക്കൊക്കെ ഞാനിന്ന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് കണ്ടപ്പോൾ എന്താ തോന്നുക, ഞാൻ പർപ്പസ്ഫുള്ളി ചെയ്യണ പോലെയാണെന്ന് എനിക്കൊരു തോന്നൽ. ഒരാൾ ചെയ്ത ഒരു തെറ്റ് അതിനെ എല്ലാവരും അനുഭവിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ അല്ല ശരിക്കും അനുഭവിക്കണേ. പലരുടെയും കമൻറ്റെന്ന് ഞാൻ വായിക്കണേ, നിങ്ങളെല്ലാവരുമാണ് അത് ശരിക്കും അനുഭവിക്കണേ. അപ്പോൾ ഗുരുവായൂരപ്പനെല്ലാം കാണുന്നുണ്ട്. ഗുരുവായൂരപ്പനെ നമ്മളെ കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ല. 29-ാം തീയതി എന്തോ അന്തിമ വിധി വരണുണ്ട് എന്ന് പറയുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വീണ്ടും ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഗുരുവായൂരപ്പനെ ഇവിടെ നിന്ന് അങ്ങോട്ട് കിഴക്കേ നടയുന്ന അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഭഗവാനെ നമുക്കൊരു കുളപ്രദക്ഷിണം ചെയ്യാനുള്ള ഒരു അവസരം ഗുരുവായൂരപ്പൻ അനുവദിച്ചു തരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിരുത്തി ഒന്ന് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കും കേട്ടോ, എത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയാകാൻ വേണ്ടിയിട്ട്. പിന്നെ അത് വിശേഷങ്ങൾ ഇന്ന് പതിവ് പോലെ തന്നെ 2 കദളിക്കൊലകളുമായിട്ട് രാമേന്ദ്രേട്ടൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ നോക്കിയപ്പോൾ ഭഗവതിക്കെട്ട് തുറന്നിട്ടില്ല. അപ്പോൾ ഭഗവതിക്കെട്ട് ഇന്ന് അവിടെ ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ നേരെ 2 കദളിക്കൊലകളുമായിട്ട് പടിഞ്ഞാറ ഗോപുരനടയിൽ കൂടെ നടന്നു. എനിക്ക് ശിവേലിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ ശിവേലി കാണാമെന്ന് വെച്ചിട്ട് അല്പം ഞാൻ നേരത്തെ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരണ സമയത്ത് തന്നെ വടക്കേ നടയിൽ തന്നെ ആ ശിവേലിയുടെ മേളം എനിക്ക് കേൾക്കായിരുന്നു. അപ്പോൾ ഓടി കയറി ഒന്ന് കാണാമെന്നുള്ള രീതിയിലാണ് ഞാൻ വേഗം നടന്നത്. നോക്കണ സമയത്ത് ഭഗവതിക്കെട്ടിൽ ആരുമില്ല. അപ്പോൾ തന്നെ മനസ്സിലായി അവിടെ പടി നടക്കുകയെന്ന്. നേരെ പോയിട്ട് രാമേന്ദ്രേട്ടൻ്റെ അവിടെ നിന്ന് 2 കൊല എടുത്തിട്ട് ഓടി പടിഞ്ഞാറ് നടയിലേക്ക്. എനിക്ക് ആ ശിവേലി കാണണമായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ നിന്ന് നോക്കണ സമയത്ത് ഏകദേശം അന്നലക്ഷ്മി ഹാളിൻ്റെ തുടക്കത്തിലായിരുന്നു ക്യൂ. ഞാൻ പടിഞ്ഞാറ് നടയിലേക്ക് എത്തുമ്പോഴേക്കും കഴിഞ്ഞു. ഞാൻ അങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് കയറി. അപ്പോൾ ഭഗവാൻ 3ാമത്തെ പ്രദക്ഷിണം വരുമായിരുന്നു. എന്നാലും ഞാൻ കണ്ടു വേങ്ങേരി ചെറിയ കേശവൻ നമ്പൂതിരി അദ്ദേഹം ഗുരുവായൂരപ്പനെ ആ ആനപ്പുറത്തിരുത്തി ആ വരണ ഒരു വരവുണ്ടല്ലോ, ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ. എല്ലാവരും ആ രൂപം ഒന്ന് മനസ്സിലൊന്ന് കണ്ടിട്ടൊന്ന് പ്രാർത്ഥിച്ചോളൂ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. ഒരു നിമിഷം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, ഗുരുവായൂരപ്പ ശരണം എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഒരു പ്രാർത്ഥന പോലെ, ഒരു സന്ധ്യയ്ക്ക് നമ്മൾ നാമം ചൊല്ലാറില്ലേ നാടടയ്ക്കണ സമയത്ത്, അതുപോലെ നമ്മുടെ ഒരു പ്രാർത്ഥന പോലെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, ഗുരുവായൂരപ്പ ശരണം. അതിനുശേഷം ഭഗവാൻ കടന്നുപോയി. ഞാൻ ക്യൂ അന്വേഷിച്ച് നിൽക്കുമായിരുന്നു. ക്യൂ ഇന്ന് എന്താ പറയുക, വടക്കേ നടയുടെ ആ സ്റ്റാർട്ടിങ്ങിലാണ് നിൽക്കുന്നുണ്ടായിരുന്നു. അത്രയും വലിയ ക്യൂ ആയിരുന്നു. ഭഗവതിക്കെട്ട് അടച്ചുകൊണ്ടാ തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഞാനൊരല്പം ആ വൈകിയതിൻ്റെ പേരിൽ എനിക്ക് ഏറ്റവും അവസാനമാണ് കിട്ടിയത്. പക്ഷെ അറിയണവർ കുറേ പേരുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചു എത്തി. ഇന്ന് പുറത്ത് തിരക്കില്ലെങ്കിലും ഉള്ളിൽ ഈ പ്രാദേശികത്തിൻ്റെ ക്യൂ നല്ല തിരക്കായിരുന്നു. അങ്ങനെ കുറേ സമയം ക്യൂ നിന്നതിന് ശേഷം ആ ദശാവതാര വിളക്കിൻ്റെ അവിടെ എത്തിയപ്പോൾ അടച്ചു. സീനിയർ സിറ്റിസൺ ക്യൂ അവിടെ തുറന്നു വിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അല്പനേരം അവിടെ നിൽക്കേണ്ടി വന്നു. ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നാലമ്പലത്തിലേക്ക് കയറാനായിട്ട് ഞാൻ ഒരല്പം ബുദ്ധിമുട്ടി എന്ന് തന്നെ പറയാം. കാരണം അത്രയും തിരക്കായിരുന്നു. ഞാൻ കുറേ നേരം നിന്നിട്ടാണ് നാലമ്പലത്തിൽ കയറിയത്. നാലമ്പലത്തിൽ കയറിയ ഉടനെ തന്നെ നമ്മുടെ മേൽപ്പത്തൂര് നാരായണി എഴുതി അവിടെ തൊട്ട് തൊഴാൻ വേണ്ടി ഒരു അമ്മ കുറച്ചൊന്ന് മാറും. ഞാനൊന്ന് അവിടെ നിന്ന് തൊട്ട് തൊഴുതോടെ. കാരണം ഞാൻ വലതുഭാഗത്ത്, കാരണം ഇന്ന് ഏകാന്തം തൊഴിലാണ്. ഏകാന്തം തൊഴിലായിരിക്കണ സമയത്ത് ഏറ്റവും നല്ലത് വലതുഭാഗത്ത് നിൽക്കുക. കാരണം വലതുഭാഗത്തെ ലൈൻ നമുക്ക് ഭഗവാൻ ഇങ്ങനെ കണ്ട് മെല്ലിയേ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തൊട്ട് തൊഴാൻ വേണ്ടി അമ്മയെ മാറ്റി നിർത്തിയിട്ടാണ് തൊട്ട് തൊഴുതത്. എന്നിട്ട് ഞാൻ ഭഗവാനെ നോക്കി. ഭഗവാൻ ശ്രീലകത്ത് ഊഞ്ഞാലാടണ ഒരു ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ഇന്നത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. എന്ത് ഭംഗിയാണെന്ന് അറിയുമോ ഭഗവാനെ കാണാൻ. ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു ഭഗവാനെ. ഞാനിങ്ങനെ എല്ലാ ദിവസവും പ്രത്യേക ഭംഗിയാന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, ക്ലീഷേ പോലെ ആയിരിക്കും തോന്നരുത് കേട്ടോ. ശരിക്കും ഭഗവാന്റെ ഓരോ അലങ്കാരം അത്രയും ഭംഗിയാണ്.
അതായത് ഇടത് കയ്യിൽ ഭഗവാൻ ഓടക്കുഴൽ പിടിച്ചിട്ടുണ്ട്, വലത് കയ്യിൽ വെണ്ണയുണ്ട്. അങ്ങനെ ഇരുന്നിട്ട് ആ ഊഞ്ഞാലുകൾ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നു, ഊഞ്ഞാലിൻ്റെ വള്ളികൾ കാണാൻ പറ്റുന്നു. ഊഞ്ഞാലിങ്ങനെ ആടണ രൂപത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഇന്ന് ആകെ ഒരു വനമാല, അതായത് ആകെ ഒരു ഉണ്ടമാലയാണ് ദൃശ്യമായിരിക്കുന്നത്. അത് നല്ല വെള്ളയും ഒരു ഓറഞ്ചും കളറിലുള്ള മാലയായിരുന്നു. അതുകൊണ്ട് ആ ഭംഗി വളരെയധികം കൂടുതലായിരുന്നു. ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഭഗവാൻ കിടന്നിട്ട് ഇങ്ങനെ തിളങ്ങായിരുന്നു. അത്രയും ഭംഗിയിലായിരുന്നു ഞാൻ ഭഗവാനെ കാണുന്നുണ്ടായിരുന്നത്. ഭഗവാനെ കണ്ടു, അവിടെ നിന്ന് നന്നായി തൊഴുതു. 2 കദളിക്കുല ആ മണ്ഡപത്തിൽ സമർപ്പിച്ചു. പട്ട് വിരിച്ചിട്ടായിരുന്നു സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് ഏകാന്തം തൊഴിലായിരുന്നു. സോപാന തൊഴിലാണെങ്കിൽ നമുക്ക് ആ സോപാനപ്പടിയിൽ സമർപ്പിക്കാൻ പറ്റും. പക്ഷെ ഇന്ന് ഏകാന്തം തൊഴിലായതുകൊണ്ട് മണ്ഡപത്തിൽ സമർപ്പിച്ച് നേരെ ഗണപതിയുടെ അവിടെ നടന്നു. അയ്യോ, ഗണപതിയുടെ അവിടെ പോയപ്പോഴാണ് ഒരു കാര്യം പറയാൻ മറന്നത്. ഇന്ന് ഗോപികണ്ണനായിരുന്നു ശിവേലിക്ക് ആനയുണ്ടായിരുന്നത്. ഗോപികണ്ണൻ ശിവേലി കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്നു വരുമായിരുന്നു. ആ പടിഞ്ഞാറ് നട എത്തിയപ്പോഴേ നമ്മൾ ആ വിളക്കിൽ തിരിയിടണ ഏട്ടനില്ലേ, നമ്മൾ വൈകിട്ട് ദീപാരാധനയുടെ സമയത്ത് ദീപസ്തംഭത്തിൽ വിളക്ക് എത്തിയണം. ഗണപതി അണ്ണൻ്റെ കൂടെയുള്ള ഏട്ടൻ. ആ ഏട്ടൻ എന്തോ സാധനമായിട്ട് ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ. ഗോപികണ്ണൻ അത് കണ്ടിട്ട് ഇങ്ങനെ ഒരു ഒറ്റ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നു. അപ്പോൾ പാപ്പാൻ ചീത്ത പറഞ്ഞ ശേഷം ഗോപികണ്ണൻ ഇറങ്ങി ഓടി. ഞാൻ ആ 2 കൊല്ലമായിട്ട് എന്താ ഉണ്ട് ശരിക്കും സീനിയർ സിറ്റിസൻ്റെ ചാടി കിടക്കണമെന്ന് വരെ വിചാരിച്ചു. കാരണം ആകെ പേടിച്ചു. കാരണം ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. പക്ഷേ ഗോപികണ്ണൻ പാവല്ലേ, ഒന്നും ചെയ്തില്ല, നേരെ തന്നെ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ ഗണപതിയുടെ വിഘ്നേശ്വരൻ്റെ അവിടെ എത്തി. വിഘ്നേശ്വരനാണെങ്കിൽ ഇന്ന് അലങ്കരിച്ചിരിക്കുന്നത് ആ തുമ്പിക്കൈ ഇങ്ങനെ മടങ്ങി നിൽക്കുന്ന രൂപത്തിലായിരുന്നു വിഘ്നേശ്വരൻ അവിടെ ഉണ്ടായിരുന്നത്. നിറയെ മാലകളുണ്ടായിരുന്നു, വെള്ളി കൊണ്ടായിരുന്നു. നമ്മുടെ ഭഗവാന്റെ അവിടെ ചെവിപ്പൂക്കൾ വെക്കില്ലേ, അതുപോലത്തെ പൂക്കളായിരുന്നു, വെള്ളി കൊണ്ടുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു വിഘ്നേശ്വരൻ ഉണ്ടായിരുന്നത്. അതിനുശേഷം നേരെ പുറകിൽ സരസ്വതി ദേവിയെ തൊഴുതു, നമ്മുടെ കുഞ്ഞികൃഷ്ണനെ കണ്ടു. വിഘ്നേശ്വരൻ്റെ അവിടെ ഏത്തട്ടു, മേൽശാന്തിയുടെ അടുത്ത് നമസ്കാരം മേടിച്ചു. നേരെ ഗുരുവായൂരപ്പൻ്റെ പുറകിൽ പോയിട്ട് നമസ്കരിച്ചു. അതിനുശേഷം അനന്തശയനത്തിൻ്റെ അവിടെ നമസ്കരിച്ചു. ശ്യാമേട്ടനെ കണ്ടു, തിരുവനന്തപുരത്ത് ശേഖരേട്ടനെ കണ്ടു. എല്ലാം വളരെ സന്തോഷമായിരുന്നു ഇന്നത്തെ ദിവസം. നേരെ താമരക്കണ്ണനെ കണ്ടു. അതിനു മുന്നേ ഭഗവാന്റെ വടക്കേ നടയിൽ നമസ്കരിച്ചു, താമരക്കണ്ണനെ കണ്ടു. വീണ്ടും വന്നിട്ട് ഭഗവാന്റെ പുറകിൽ നമസ്കരിച്ചു. നേരെ ഭഗവതി കെട്ടിലേക്ക് നടന്നു. ഭഗവതി കെട്ടിലെ ആദ്യം ഞാൻ അവിടെ വാതിൽ മാടത്തിൻ്റെ ഉള്ളിൽ പോയി നോക്കി, പക്ഷെ അവിടെ അടച്ചിരിക്കുകയായിരുന്നു. ക്യൂ നിന്നിട്ടായിരുന്നു ഇന്ന് കയറിയത്. നേരെ ഭഗവതി കെട്ടിൽ നമസ്കരിച്ചു. അവിടെ മമ്മിയൂരപ്പൻ ഉണ്ടായിരുന്നു, മമ്മിയൂരപ്പനും പാർവതി ദേവി ഉണ്ടായിരുന്നു. അവർ 2 പേരും തൊഴുതു. അയ്യോ, ഞാൻ ദീപാരാധനക്ക് നട അടച്ചു എന്നാണ് വിചാരിച്ചത്. അല്ല, അങ്ങനെ ഭഗവതിയുടെ അവിടെ നന്നായി തൊഴുതു. ഭഗവതിയുടെ മുഖത്ത് മാത്രമായിരുന്നു ഇന്ന് ചാർത്തി ഉണ്ടായിരുന്നത്. ഒരു മാലയുണ്ടായിരുന്നു, പക്ഷെ നിറയെ മാലകളുണ്ടായിരുന്നു ഭഗവതിക്ക്. ഇന്ന് നിറയെ മാലകളായിട്ടായിരുന്നു ഭഗവതി ഇരിക്കുന്നുണ്ടായിരുന്നത്. അതിനുശേഷം നേരെ അവിടെ വന്നിട്ട് മമ്മിയൂരപ്പനെ തൊഴുതു. ഞാൻ ആദ്യം പറഞ്ഞ മമ്മിയൂരപ്പൻ എന്ന് വെച്ചാൽ ഒരു ശിവനും പാർവതിയായിട്ടുള്ള ഫോട്ടോ വാതിൽ മാടത്തിലുണ്ട് കേട്ടോ. മൂകാംബിക ദേവി, ഭദ്രകാളി, ദുർഗ, പിന്നെ ഒരു ശ്രീചക്രം ഉണ്ട്. ഞാൻ അതിലെല്ലാത്തിലും തൊഴാറുണ്ട്. പിന്നെ അവിടെ കുറേ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളുണ്ട്, അതിനൊക്കെ ഞാൻ തൊഴാറുണ്ട് കേട്ടോ. അയ്യോ, നാലമ്പലത്തിലെ ഞാൻ പറയാൻ മറന്നു, അവിടെ മുരുകനുണ്ട്, ഹനുമാനുണ്ട്, രാധാകൃഷ്ണന്മാരുണ്ട്. അവിടെയൊക്കെ ഞാൻ തൊഴാറുണ്ട് കേട്ടോ. പക്ഷെ എനിക്കത് എന്തോ കിട്ടുന്നില്ല, അത് വിട്ടുപോവാ. ഇന്നാളെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അവിടെ എന്താ തൊഴണത് പറയാത്തത്. അതുപോലെ ഞാൻ കൂത്തമ്പലത്തിൽ നോക്കി തൊഴാറുണ്ട്, പക്ഷെ അത് ആ സമയത്ത് അത് വിട്ടുപോവാ, ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ ഭഗവതിക്കെട്ടിൽ തൊഴുത് നേരെ മമ്മിയൂരപ്പ പ്രതീകാത്മകമായിട്ട് തൊഴുത് കൊടിമരത്തിൻ്റെ അവിടെ വന്നു. കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നമസ്കരിച്ചു, ഭഗവാനെ കണ്ടു. അപ്പുറത്തെ സൈഡിൽ വീണ്ടും നമസ്കരിച്ചു. നേരെ അയ്യപ്പൻ്റെ അവിടെ വന്നു. അയ്യപ്പനാണെങ്കിൽ ഇന്ന് കറുപ്പിൽ ഗോൾഡൻ കളറിലുള്ള ഒരു മുണ്ടായിരുന്നു ചുറ്റിയുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ഇട്ട സെയിം മാലയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അലങ്കാരം കൊണ്ടൊരു മാല പോലെ വന്നിട്ട് അവിടെ ഒരു മുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ആ കറുപ്പ് മുണ്ടിന് ഗോൾഡൻ കളറിലുള്ള കരകളുണ്ടായിരുന്നു. അതും ഇങ്ങനെ നല്ല ഭംഗിയുള്ള കരകളായിരുന്നു. നല്ല ഇങ്ങനെ എന്താ പറയുക, നല്ല മിനുക്ക് പണി, നല്ല അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല ഭംഗിയുള്ള കരകളായിരുന്നു. അങ്ങനെ നേരെ അയ്യപ്പനെ തൊഴുതു. നേരെ പടിഞ്ഞാറ് നടയിൽ പോയിട്ട് വീണ്ടും നമസ്കരിച്ചു. അതിനുശേഷം കിഴക്കേ നടയിൽ വന്നു കൊടിമരച്ചോട്ടിൽ നമസ്കരിച്ച് ഭഗവാനെ കണ്ടിട്ടാണ് ഞാൻ തിരിച്ചിറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാഴ്ചകൾ. പക്ഷെ ഇന്ന് ഭഗവാൻ എന്നെ ഞാൻ
ഞാനും ഭഗവാനും ഒരു ചെറിയ കാര്യത്തിൽ പിണങ്ങിയിരിക്കുക കേട്ടോ. കാരണം ഞാൻ നമ്മുടെ വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ വീഡിയോ നിർത്തിയതിന് ശേഷം കുളപ്രദക്ഷിണം ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട്. കാരണം ഉള്ളിൽ ഒരു അല്പം വിഷമം. ദീപാരാധനയ്ക്ക് നട അടച്ചിരിക്കണു. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോളൂ. ഒരു നിമിഷം നമ്മൾ സാധാരണ എന്താ ചെയ്യുക, ദീപാരാധനയ്ക്ക് നട അടച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും നാരായണനാമം ചൊല്ലിക്കോളൂ കേട്ടോ, അല്ലെങ്കിൽ നാരായണനാമം എഴുതിക്കോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിയുമെങ്കിലും ഒന്ന് നാരായണനാമം എഴുതിക്കോളൂ. നാരായണ 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 നാരായണ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനും ഭഗവാനും ഒരു ചെറിയൊരു പിണക്കത്തിലാണ് കുളപ്രദക്ഷിണത്തിൻ്റെ കാര്യത്തിൽ. നമ്മുടെ ആ വീഡിയോ നിർത്തിയതിന് ശേഷം ഞാൻ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. പക്ഷേ ഭഗവാൻ ഇന്ന് എന്താ പറയുക, അല്പദൂരം അങ്ങനെ നടത്തിപ്പിച്ചു. കാരണം പടിഞ്ഞാറ് നടയിൽ നിന്ന് ഞാൻ തിരിച്ച് തൊഴുതിറങ്ങി വരുന്ന സമയത്ത് എന്താ പറയുക, ശരിക്കും അത് വിഷമമായി പോവുക. കാരണം നമ്മൾ കിഴക്കേ നടയിൽ നിന്ന് വിശേഷങ്ങളെല്ലാം പറഞ്ഞു. ആ കിഴക്കേ ഗോപുരത്തിലുള്ള ആ ദീപസ്തംഭത്തിൽ ഓരോ തട്ടും നമ്മൾ കത്തിക്കണത് കണ്ടു. ആ സമയത്ത് അവിടെ കൃഷ്ണാട്ടത്തിൻ്റെ കേളി തുടങ്ങിയിട്ടുണ്ടാവും. കേളി തുടങ്ങിയ ഉടനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കുളപ്രദക്ഷിണത്തിന് ഇറങ്ങണ വഴിയിൽ എന്താ പറയുക, ചുമർ ചിത്രങ്ങൾ കാണുന്നു. അവിടെ സൗമ്യ ചേച്ചി വിളക്ക് വൃത്തിയാക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വിളക്കിൽ എണ്ണ ഒഴുക്കുണ്ടാവും. ആ കാഴ്ചകൾ കാണുന്നു. നേരെ മുന്നോട്ട് നടക്കുമ്പോൾ ഉരൽപ്പുര കാണുന്നു. ഉരൽപ്പുരയിൽ നിന്ന് തിരിഞ്ഞ് നിന്നിട്ട് എന്താ പറയുക, നമ്മുടെ കൂവളമരം തളിർത്തത് നമ്മൾ നോക്കുന്നു. കൂവളമരത്തിനെ ആ ഫുൾ വ്യൂ നമ്മൾ കാണുന്നു. അവിടെ നിന്ന് നേരെ ക്യൂ നിൽക്കണവരെ പ്രസാദം ചീട്ടാക്കാൻ നിൽക്കണവരെ കാണുന്നു. അവിടെ നിന്ന് നേരെ നടന്ന് പടിഞ്ഞാറ് നടയിലെത്തുന്നു. പടിഞ്ഞാറ് ഗോപുര നട കാണുന്നു. അവിടെ അല്പം നേരം നിൽക്കണു, അവിടുത്തെ വിശേഷങ്ങൾ പറയണു. അവിടെ നിന്ന് നേരെ അനുലക്ഷ്മി ഹാളിൻ്റെ വഴി നമ്മൾ കുളത്തിൻ്റെ അവിടെ എത്തുന്നു. പടിഞ്ഞാറ് നടയിലുള്ള അവിടെ എത്തുന്നു. എന്താ പറയുക, ഏറ്റവും നല്ല നിമിഷങ്ങളായിരിക്കാം നമ്മുടെ ലൈവിൻ്റെ ആ ഭാഗങ്ങൾ. കാരണം ഏറ്റവും കൂടുതൽ സംസാരങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ്. കാരണം എല്ലാ ബഹളങ്ങളും ഒതുങ്ങി നിങ്ങളിലേക്കായിട്ട് ഓരോ കാര്യങ്ങൾ പറയേണ്ട ഒരു സ്ഥലമാണ്. ശരിക്കും അതൊക്കെ ഇന്ന് എന്താ പറയുക, വലിയ വിഷമത്തോട് കൂടിയിട്ടാട്ടോ ആലോചിക്കുമ്പോൾ തന്നെ എന്താ പറയുക, ഭയങ്കര വിഷമം വരുന്നു. ഓരോരുത്തരുടെ കമൻറ്റുകൾ റിപ്ലൈ കൊടുക്കുന്നു. എല്ലാവർക്കും ഓരോരുത്തരുടെ പേര് പറഞ്ഞ് നമസ്കാരം പറയണു. നമസ്കാരം പറയാത്തവർ വന്നിട്ട് വിഷ്ണു ഏട്ടാ ഞാനിന്ന് 3 പ്രാവശ്യം നമസ്കാരം പറഞ്ഞു, എനിക്ക് തിരിച്ചു കിട്ടിയില്ല, ഓരോ പരിഭവങ്ങൾ പറയണു. അപ്പോൾ അതൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യണു. നേരെ നാരായണാലയത്തിലെത്തുന്നു. നാരായണാലയം കാണിച്ചു തരുന്നു. അവിടെ നിന്ന് നേരെ വീണ്ടും നടക്കണു. കുളത്തിൻ്റെ അവിടെ എത്തുന്നു. അപ്പോൾ അനന്ത് വന്നിട്ട് പറയണു, ഏട്ടാ കുളത്തിലിറങ്ങാൻ മറക്കല്ലേ, കുളം കാണിച്ചു തരൂ. അപ്പോൾ നേരെ കുളത്തിൽ പടവുകളിൽ ഇറങ്ങണു. അവിടുത്തെ ഭഗവാനെ കാണുന്നു, മീൻ കാണുന്നു, എന്താ പറയുക, ആമയെ കാണുന്നു. എല്ലാം മിസ്സാവണു. അതിനുശേഷം നമ്മൾ നേരെ ഭഗവതി കെട്ടിൽ കാണുന്നു. രാമേന്ദ്രേട്ടൻ്റെ പീഡിയ കാണുന്നു. അവിടെ നിന്ന് നേരെ വീണ്ടും നടന്ന് ആ ദീപാരാധനയ്ക്കായിട്ട് കാത്തു നിൽക്കണ ഓരോരുത്തരെയും നമ്മൾ കാണുന്നു. അതൊക്കെ എന്താ പറയുക, ശരിക്കും മറക്കാൻ പറ്റണില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ എന്താ പറയുക, ഒരു ഭാഗമായിട്ടുള്ള മാറിയ കുറേ നിമിഷങ്ങളായിരുന്നു. പെട്ടെന്ന് അതൊക്കെ ഇല്ലാതായി എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, സഹിക്കാൻ പറ്റണില്ല. വിഷമമില്ല എന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര വിഷമമുണ്ട് അത്. കാരണം കുറേ നാളുകളായിട്ട് ഇങ്ങനെ ചെയ്തു പോകണ്ടായിരുന്നൊരു കാര്യമായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഒന്ന് കാല് പിടിച്ച് നന്നായി പ്രാർത്ഥിക്കുക. ഭഗവാനെ എത്രയും പെട്ടെന്ന് നമുക്കതൊന്ന് വീണ്ടും തുടങ്ങാൻ പറ്റണേ. ഭഗവാനെ എന്താ പറയുക, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വീണ്ടും ഭഗവാന്റെ ആ കടാക്ഷത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. ഗുരുവായൂരപ്പ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് കുളപ്രദക്ഷിണം തുടരാനുള്ള അനുവാദം തരണേ. എല്ലാവരും ഒരു നിവേദനം എഴുതിയിട്ട് ഒന്ന് ഭഗവാനെ സമർപ്പിക്കൂ. വീട്ടിലിരുന്നിട്ട് പറഞ്ഞാൽ മതി, ഭഗവാൻ കേൾക്കാണ്ടിരിക്കില്ല. നമ്മുടെ ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ ലൈവിൽ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, ഓരോരുത്തർ വയ്യായ പറയുമ്പോഴും ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കായിട്ടും ഭഗവാൻ എല്ലാം സാധിച്ചു കൊടുക്കണ ഭഗവാനല്ലേ സത്യം. ദീപാരാധനയ്ക്ക് നട തുറന്നു. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പനെ നന്നായി പ്രാർത്ഥിച്ചോളൂ. ഞാൻ പഴയ ഒരു ദീപാരാധനയുടെ വീഡിയോ ഞാനിവിടെ നൽകാം. എല്ലാവരും ഗുരുവായൂരപ്പനോട് നമ്മുടെ എല്ലാ വിഷമങ്ങളും പറഞ്ഞോളൂ. ഗുരുവായൂരപ്പനോട് നന്നായി പ്രാർത്ഥിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. അങ്ങല്ലാതെ ആരുമില്ല ഗുരുവായൂരപ്പ, ഞങ്ങളെ രക്ഷിക്കണേ കൃഷ്ണ ഗുരുവായൂരപ്പ.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും നന്നായി പ്രാർത്ഥിക്കൂ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.